ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ഡിന്നറിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള റാഗി വെജിറ്റബിൾ സൂപ്പാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ സ്പ്രൗട്ടഡ് റാഗിപ്പൊടി, അതായത് മുളപ്പിച്ച റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ റാഗിപ്പൊടി ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്പ്രൗട്ടഡ് റാഗിപ്പൊടി നമുക്ക് വീട്ടിലും തയ്യാറാക്കിയെടുക്കാം, അതല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും. ഈ റാഗിപ്പൊടി ഞാൻ റാഗി മുളപ്പിച്ചതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ഒരു പാനിലിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഞാൻ ഈ റാഗിപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ റാഗിപ്പൊടി ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ ഈ റാഗിപ്പൊടി ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസാണ്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ബീൻസ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ 1 കപ്പ് ക്യാരറ്റും 1 കപ്പ് ക്യാബേജും ഞാനിവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതിന് ശേഷം അതും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തതും 1 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും 6 കുഞ്ഞുള്ളി ചെറുതായി കട്ട് ചെയ്തതും 1 ലെമണും എടുത്തു വെച്ചിട്ടുണ്ട്. ഈ നാരങ്ങ മുഴുവനായിട്ടൊന്നും ഇതിലേക്ക് വേണ്ടട്ട, ഇതിൽ നിന്നും പകുതി മാത്രമേ നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ആദ്യം ഈ ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് വേവാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 3 വിസിലിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയിട്ട് വരട്ടെ. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഗ്രീൻ പീസ് ഒരുപാട് അങ്ങോട്ട് വെന്തിട്ട് ഉടഞ്ഞു പോകരുത് കേട്ടോ. ഇതുപോലെ ഉടഞ്ഞൊന്നും പോവാതെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സൂപ്പ് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ റോ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം കുഞ്ഞുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം കുഞ്ഞുള്ളി നല്ല സോഫ്റ്റ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞുള്ളിക്ക് പകരം സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. സവാള ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് കുഞ്ഞുള്ളി തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ കുഞ്ഞുള്ളി നല്ല സോഫ്റ്റായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ബീൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും ഒരു പകുതി വേവാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇതൊരു 2 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയാൽ മതി. അപ്പോഴേക്കും ഇതൊരു ഹാഫ് കുക്കായി കിട്ടും. ഇപ്പോൾ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ക്യാബേജാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ അടുത്ത് ചീരയിലയോ മുരിങ്ങയിലയോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ക്യാബേജ് ചേർത്ത് കൊടുത്തതിന് ശേഷവും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. വെജിറ്റബിൾസിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഏത് വെജിറ്റബിളാണോ കൂടുതൽ ഇഷ്ടമെന്ന് വെച്ചാൽ അത് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാനിതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 ലിറ്റർ വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളക്കണം. വെള്ളം നന്നായിട്ട് തിളച്ചാൽ ഈ വെജിറ്റബിൾസിൻ്റെ മുഴുവൻ ഫ്ലേവറും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങും. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എപ്പോഴും സൂപ്പിന് കറക്റ്റ് ഉപ്പ് വേണം, എങ്കിൽ മാത്രമേ സൂപ്പിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ.
പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം തിളക്കുന്നത് വരെ ഞാൻ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലെ വെജിറ്റബിൾസ് വേവിച്ചെടുക്കുമ്പോൾ ഓവർ കുക്കാവാതെ നോക്കണം കേട്ടോ. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെ വെജിറ്റബിൾസൊക്കെ കുക്കായിട്ടുണ്ട്, എന്നാൽ ഓവറായിട്ട് കുക്കായിട്ടുമില്ല. ഒരു 3/4 ഭാഗം വരെയാണ് കേട്ടോ ഞാനിതെല്ലാം വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ച റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. റാഗിപ്പൊടി വെള്ളത്തിനടിയിൽ ഊറിക്കിടക്കുന്നുണ്ടാവും, അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കണം, അതുപോലെ കൈവിടാതെ ഇളക്കുകയും വേണം, അല്ലെങ്കിൽ പൊടി കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. റാഗിയിൽ ധാരാളം ഫൈബറും കാൽസ്യവും ആൻറ്റി ഓക്സിഡൻസും അയണും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഷുഗർ കുറയാനും കൊളസ്ട്രോൾ കുറയാനും അതുപോലെ അമിതവണ്ണമുള്ളവർക്ക് വെയിറ്റ് കുറയാനും രക്തക്കുറവുള്ളവർക്ക് ഹിമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും ഒക്കെ റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ബലം കിട്ടാനും മുടിയുടെ ആരോഗ്യത്തിനും സ്കിന്നിന് ചുളിവുകൾ വരാതിരിക്കാനും യുവത്വം നിലനിർത്താനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ക്ഷീണം മാറാനും എപ്പോഴും ഉന്മേഷത്തോടു കൂടി ഇരിക്കാനും ഒക്കെ റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ റാഗിപ്പൊടി പെട്ടെന്ന് കുറുകി കിട്ടും. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്ത കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കുരുമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകം ചേർത്ത് കൊടുത്തതിന് ശേഷവും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശരീരത്തിലെ കൊഴുപ്പ് നീക്കി അമിതവണ്ണം കുറക്കാനും ദഹനം ശക്തിപ്പെടുത്താനും വയറിൻ്റെ ആരോഗ്യത്തിനും നെഞ്ചെരിച്ചിൽ, അസിഡിറ്റി തുടങ്ങിയ പല അസുഖങ്ങൾക്കുമുള്ള നല്ലൊരു മരുന്നാണ് ജീരകം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിലുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിലേക്ക് വളരെ വേഗത്തിൽ അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുമല്ല, നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ സൂപ്പിന് നല്ലൊരു ടേസ്റ്റുമാണ്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ അടുത്ത് സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും ഈ സൂപ്പിന് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി ഇത് ചൂടാറിയിട്ട് വരുമ്പോൾ ഒന്നുകൂടി തിക്കായിട്ട് വരും. ഇനി നിങ്ങൾക്കിത് ഇതിലും കൂടുതൽ ലൂസിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ സൂപ്പ് ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പോഷക ഗുണങ്ങളുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി വെജിറ്റബിൾ സൂപ്പ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറു ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ഈസി അല്ലേ ഈ റാഗി സൂപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും റാഗി കൊണ്ട് ഇതുപോലെ സൂപ്പ് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.